തുടരുന്നുണ്ട് ഡോക്ടർ പ്രവീൺ. നമ്മൾ ഇപ്പോൾ മുൻ മന്ത്രി ചൂണ്ടിക്കാട്ടിയ പോലെ ഈ വാക്സിൻ്റെ ഒരു ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ വാക്സിൻ്റെ ഗുണനിലവാരം എത്രമാത്രമാണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? എത്ര നാൾ വരെ ഉപയോഗിക്കാം? എങ്ങനെയാണ് ഇതെല്ലാം പരിശോധനകളൊക്കെ കൃത്യമായി നടക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞതിനകത്ത് ഈ പറഞ്ഞ പോലെ വാക്സിന്റെ ഗുണമേന്മ കുറവ് കൊണ്ട് ഈ ഒരു നമ്മുടെ ട്രീറ്റ്മെന്റിന് ഫെയിലിയർ വരാമെന്നുള്ളത് സാങ്കേതികമായിട്ട് ശരിയാണ്. പക്ഷേ ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയുകയും അത് ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വാക്സിൻ കൊണ്ടുള്ള പ്രതിരോധം ഈ വൈറസിനെതിരെ വരുന്നത് നമുക്ക് ഏത് വാക്സിൻ ആണെങ്കിലും 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നമുക്ക് ഇവിടെ കേരളത്തിലുണ്ടായ പല മരണങ്ങളും നമ്മൾ ആ ഒരു രോഗലക്ഷണങ്ങൾ എത്ര സമയം കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു എന്ന് നോക്കുമ്പോൾ പലതും 2 ആഴ്ച 3 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും തന്നെയും വാക്സിന്റെ ഒരു ഫലപ്രാപ്തി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയത്തിന് മുമ്പാണ് ഇത് വന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പ്രതിരോധ ചികിത്സയുടെ ആദ്യത്തെ 2 ഭാഗങ്ങളാണ് ഇവിടെ എല്ലാം വളരെ പ്രധാനം. അപ്പൊ അതുകൊണ്ട് വാക്സിൻ തീർച്ചയായിട്ടും വാക്സിന്റെ ഈ പറഞ്ഞ ഗുണമേന്മയിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ സംശയം ഉണ്ടായ സമയത്ത് കേന്ദ്ര ലാബിൽ അയച്ച് വാക്സിന്റെ ഗുണമേന്മ പരിശോധിക്കുകയും അത് കുഴപ്പമില്ല എന്ന് നമ്മൾ തെളിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ വീണ്ടും നമുക്ക് ഇതുപോലെ മരണങ്ങൾ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇത് ലോകം മുഴുവൻ അപ്പൊ ഇത് ഈ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഫെയിലർ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ കടിയേറ്റ ശേഷം കൊടുക്കുന്ന പ്രതിരോധ ചികിത്സയുടെ പരാജയപ്പെടുന്നത്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമുള്ളതല്ല, റാബീസ് എൻഡമിക് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ലോകം മുഴുവൻ ഇതിനെപ്പറ്റി പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പൊ ആ പഠനങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ഈ മുറിവ് കഴുകലിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുറിവ് ശുചീകരണത്തിൽ ഉണ്ടാകുന്ന പാളിച്ചയാണ് ഏറ്റവും പ്രധാന കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തേത് ഈ പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ പോലെയുള്ള ചികിത്സകൾ എടുക്കാൻ താമസം വരുന്നതിൽ. മൂന്നാമത് ആണ് നമ്മൾ ഈ പറഞ്ഞ ഈ വാക്സിൻ കൃത്യമായിട്ട് എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്ന ഷെഡ്യൂളുകൾ തെറ്റിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നടന്ന പഠനങ്ങളിലൊക്കെ തന്നെയും കേരളത്തിൽ മാത്രമല്ല പുറത്ത് നടന്ന പഠനങ്ങളിലൊക്കെ തന്നെയും വാക്സിന്റെ ഒരു ക്വാളിറ്റി കൊണ്ട് ഇതിനകത്ത് മടങ്ങി വരാം.